എടി നിനക്കെങ്കിലും ഒരു വാക്ക് പറയാറുണ്ടല്ലേടി. എടാ എന്തറിഞ്ഞിട്ടാണ് നീ പറയുന്നത്? ഞങ്ങൾ ഏത് സിനിമ കാണാനാ പോയത്? ഇടേ പുരുഷോത്തമ സാർ അഭിനയിച്ച ഒരു സിനിമ ഇറങ്ങി, അത് കണ്ടില്ലേ ഞങ്ങൾക്ക് അവിടെ കയറി കിടക്കാൻ പറ്റില്ല. എല്ലാവർക്കും, മമ്മൂട്ടിക്ക്, നമ്മുടെ സഹായദാസിന്, എല്ലാവർക്കും ഫാമിലി ടിക്കറ്റ് എടുത്ത് അവിടെ വെച്ചിരിക്കുന്നു. ഞാൻ ആ പറമ്പിക്കുന്ന സമയത്ത് എനിക്ക് കോൾ വരുന്നു, പെട്ടെന്ന് പോയി സിനിമ കണ്ട് വൈകുന്നേരം റിസൾട്ട് വരണം. മോള് പറഞ്ഞപ്പോ തന്നെ പോണ ഞാൻ ബുക്ക് ചെയ്തില്ലേ? നിന്നോട് വാക്ക് പറഞ്ഞതല്ലേ. എന്ത് പറഞ്ഞു? നിങ്ങൾ ആവേശം കളിക്കുന്ന തിയേറ്ററിന് ഫ്രണ്ട് ഇരിക്കുന്നത് എന്റെ ഒരു കൂട്ടുകാരൻ. ആ തിയേറ്റർ ഒരു സിനിമ മാത്രമുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയത് ഇവന്റെ വാക്ക് കേട്ടിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? എല്ലാരും റെഡി ആക്കിക്കോളൂ. അതല്ല, നിങ്ങള് സിനിമയ്ക്ക് പോയി എന്നുള്ള വാശി കൊണ്ടേ ക്ലീറ്റോ 6 ടിക്കറ്റ് സെക്കൻഡ് ഷോയ്ക്ക് വീണ്ടും ബുക്ക് ചെയ്തു. നമുക്കെല്ലാം ഒരുമിച്ച് പോവാം. അച്ഛൻ മേടിക്കണ്ട, 150 രൂപ വെച്ച് ഞാൻ മറിച്ചിട്ട് അങ്ങനെ ഒരു 12,000 രൂപ ഒപ്പിച്ചാലും. എന്റെ ആങ്ങളെ ഉണ്ടല്ലോ, എന്റെ ആങ്ങള പൊന്ന്. പക്ഷെ നീ ഉണ്ടല്ലോ ഓന്ത്. ഓ പിന്നെ കുഴപ്പമില്ല, ഞാൻ വിളിച്ചോളാം സാർ. ഒരു മീറ്റിംഗ് അടിയന്തരമായിട്ട് പറഞ്ഞിരുന്നത്, അതിപ്പം ക്യാൻസൽ ചെയ്തു. അപ്പൊ കോട്ടെ സാർ. അയ്യോ ഇപ്പൊ എന്തേ? 2 കുറ്റി പുട്ടുകൊണ്ടിട്ടുണ്ട്. ഒരെണ്ണം മീറ്റിംഗിനുള്ള തള്ളി മറിക്കാനായിട്ട്. അത് സാരില്ല, ആരോടെങ്കിലും ഫോണിൽ തള്ളി മറിച്ചോളൂ. നിങ്ങൾ രണ്ടുപേരും ഓരോ കുറ്റിപ്പുട്ട് വെച്ച് കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് അങ്ങ് തള്ളുന്നു. എന്നാ പിന്നെ കഴിക്കാടെ ഇല്ല, എനിക്ക് സി ഓഫീസിൽ പോകണം. അല്ല അതുകൊണ്ടാ പറഞ്ഞ കഴിച്ചിട്ട് പോവാ. സി എടുത്ത് പോയി കുറച്ചുകൂടെ തള്ള ഒരു അതിനുള്ളത് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റ് എടുക്കണേ. ഇല്ല നീ കഴിച്ചാ? അവിടെ കേട്ട വർത്താനം ഇവിടെ വന്ന് പറയുന്ന ഒരു തുണക്കാരനായിട്ട് എന്നെ കാണുന്നത് അധികം ആരോടും പറയാൻ പറ്റാത്ത കാര്യം. പക്ഷെ അത് നിങ്ങളടുത്ത് പറയാതിരിക്കാനും പറ്റത്തില്ല. എന്താന്ന് വെച്ചൊന്ന് പറയാവോ? നമ്മുടെ DDT പാർട്ടിയിലെ ഒരു പ്രവർത്തകന്റെ ഭാര്യ ഒളിച്ചോടി. അങ്ങനെ അറിയാവുന്നതിന് അതിനെ കുറിച്ച് ജംഗ്ഷൻ ചർച്ച ചെയ്ത് വലുതാക്കാൻ നോക്കിയപ്പോഴത്തേന് ക്ലീറ്റോ മച്ചമ്പി വന്ന് ഓടിച്ചു വിട്ടു. കാര്യം പാർട്ടിയുടെ പ്രതിച്ഛായ വരും. എവരെയും ക്ലീറ്റോയെ പോലുള്ളവരല്ല രാഷ്ട്രീയ പ്രവർത്തകന്മാര്. യുവമാർ ആരെങ്കിലും കുടുംബം നോക്കാറുണ്ടോ? വീട്ടുകാരെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ? അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? പെണ്ണുങ്ങള് കുടുംബം നോക്കുന്ന അന്തസ്സായിട്ട് ജോലി ചെയ്യുന്ന ആരെങ്കിലും കാണുമ്പോൾ അവരിറങ്ങിയാൽ പോകും. പാർട്ടിയുടെ 2 പ്രമുഖ നേതാക്കന്മാരെ കുറിച്ച് മച്ചമ്പി ആക്ഷേപിച്ച് വർത്താനം പറഞ്ഞു. അന്നത്തുണ്ടോ നമ്മൾ അങ്ങനെ നടക്കുന്നവരാണെന്ന് ഞാൻ റൂമിൽ കൊണ്ടുപോയി ചോദിച്ചോളാം. ഇവിടെ വെച്ച് കഴിക്കാൻ തോന്നുന്നില്ല. വേണ്ട, നാളെ കെടുത്തില്ല. ഒരെണ്ണം കൂടെ കൊണ്ടുപോകും. കളക്കുന്നയാളല്ലേ? ഇങ്ങനത്തെ പണിയാണെങ്കിൽ എത്ര വേണം ചെയ്യും. അപ്പൊ നാളെ യൂട്യൂബിൽ കിടക്കയില്ലേ, കാണുമ്പോ പഠിപ്പിച്ചു.